കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിൽ അന്വേഷണം പുരോഗമിക്കവേ പുതിയ വിവാദം. മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാനില്ലെന്ന് പരാതി. സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ രജിത് കുമാറിൻ്റെ കുടുംബം രംഗത്തെത്തി. നിരന്തരമുള്ള ചോദ്യം ചെയ്യൽ മൂലം രജിത് കുമാർ മാനസികമായി തകർന്നിരുന്നു എന്ന് ഭാര്യ സഹോദരൻ പ്രതികരിച്ചു. രജിത് കുമാറിന്റെ ഭാര്യ തുഷാരയുടെ സഹോദരൻ സുമൽജിത്താണ് കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകിയത്. വ്യാഴാഴ്ച ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്ന് പറഞ്ഞാണ് തുഷാരയും രജിത് കുമാറും വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനിടെ രജിത് കുമാറും തുഷാരയും കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു ലോഡ്ജിലുണ്ടെന്ന് വിവരം കിട്ടി. അതേസമയം തന്നെ രജിത് കുമാറിനെ തേടി ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തി. അപ്പോഴാണ് രജിത് കുമാറും തുഷാരയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും ഇരുവരും ലോഡ്ജിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പോയിരുന്നു. രജിത് കുമാറും തുഷാരയും ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പീഡനം മൂലമാണ് ഇരുവരും ഒളിവിൽ പോയതെന്നാണ് തുഷാരയുടെ സഹോദരൻ പറയുന്നത്. മറ്റൊന്ന് കാരണം ഒരു ഹറാസ്മെന്റ് മാത്രമാണ് ഇതിൽ ഞങ്ങൾ അറിയുന്നിടത്തോളം. ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാത്രമല്ല, പോലീസും ഇതിപ്പോൾ ഒരു 1-2 ദിവസം, 1 മാസം 2 മാസം കൊണ്ടല്ലോ അന്വേഷണം വിളിപ്പിക്കുന്നതും ചോദ്യം ചെയ്യുന്നത് ഹറാസ്മെന്റ് എന്നുള്ളത്. ഇതിപ്പോൾ 1.5 കൊല്ലമായിട്ട് അയാളെ കാണാതെ തൊട്ടുന്നതിൽ ഇതുവരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണത്. അതിനോളം മക്കളെ ചോദ്യം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വരുന്ന കേസുണ്ട്. മക്കളെ അങ്ങനെ സമയത്ത് പോയിരുന്നെന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള കേസുമുണ്ട്. കേസിൽ രജിത്തിനെ കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നതായി രജിത് കുമാറിന്റെ അഭിഭാഷകൻ പറയുന്നു. മക്കളെ പോലും ഭയപ്പെടുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം വീട്ടിലേക്ക് വരുന്നത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ്. മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്വേഷണമായിട്ട് രജിത് കുമാർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട് കുടുംബവും. പക്ഷേ വളരെയധികം ഒരു കാരണവശാലും പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അധികാര സ്ഥാനത്തിന് ഉണ്ടാവാത്ത രീതിയിലുള്ള മാനസിക സമ്മർദ്ദമാണ് പല രീതിയിലായിട്ട് ഈ രജിത് കുമാർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായി. ഇക്കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പായിരിക്കണം ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച രജിത് കുമാറിന്റെ വീട്ടിലേക്ക് പോലീസ് വന്നത് വളരെ നാടകീയമായിട്ടാണ്. കാരണം പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലാത്ത ആളല്ല രജിത് കുമാർ. കാരണം ലോക്കൽ പോലീസ് വിളിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 തവണയിലെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഈ രജിത് കുമാർ വിധേയമായിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 21-നാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത്. അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ജനം, കോഴിക്കോട്.